തീരുമാനം അനുസരിച്ച് ജൂൺ 15-ാം തീയതി മുതൽ പ്രായഭേദമന്യേ എല്ലാ സ്ത്രീകൾക്കും ട്രാൻസ്ജെൻഡർ വ്യക്തികൾക്കുമായി KSRTC ബസ്സിലെ ഓർഡിനറി സർവീസുകളിലെ ബസ്സുകളിൽ സൗജന്യ യാത്രാ സ്കീം ജൂൺ 15 മുതൽ നടപ്പിലാക്കുന്നതിന് അതിനുള്ള അംഗീകാരം നൽകാൻ വേണ്ടി തീരുമാനിച്ചു. ഇന്ദിരാ ഗ്യാരണ്ടിയിലുള്ള ഈ പദ്ധതി പ്രിയദർശിനി എന്ന പേരിലായിരിക്കും അറിയപ്പെടുന്നത്. വരുമാനം കണക്കാക്കിയിട്ടില്ല, പ്രായം കണക്കാക്കിയിട്ടില്ല, കണ്ടീഷൻസ് ഒന്നും ഇല്ലാതെ ആദ്യം ഓർഡിനറി ബസ് സർവീസിലാണ് ആദ്യഘട്ടത്തിലെ ഈ പദ്ധതി സൗജന്യ യാത്ര തീരുമാനിച്ചിരിക്കുന്നത്. ഇത് സർക്കാരിന് ഒരു മാസം 65-70 കോടിയോളം ബാധ്യത വരും. 800 കോടി രൂപയിലധികം ഒരു വർഷത്തിൽ KSRTCക്ക് അതിൻ്റെ വരുമാനക്കുറവ് വരും. ആ പണം സർക്കാർ KSRTCക്ക് നൽകും. ഇപ്പോൾ KSRTCക്ക് 1500 കോടി എല്ലാ വർഷവും കൊടുക്കുന്നുണ്ട്, ശമ്പളവും പെൻഷനും ഉൾപ്പെടെയുള്ള കാര്യങ്ങൾക്ക്. ഒരു മാസം 125 കോടി വെച്ചാണ് കൊടുക്കുന്നത്. അങ്ങനെ ഒരു വർഷം 1500 കൊടുക്കുന്നതിൻ്റെ കൂടെ ഇതിനാവശ്യമായ തുക ഏകദേശം 750-800 കോടിക്കും ഇടയിൽ ഇതിൻ്റെ തുക വരും. അല്ല, ഞാൻ പറഞ്ഞിട്ട് പ്രതിമാസം 65-70 കോടിയോളം വരും ഇതിൻ്റെ ചിലവായിട്ട് കണക്കാക്കിയിരിക്കുന്നത്. അതാണ് 750-800 കോടിയോളം രൂപ പ്രതിവർഷം വരും. അപ്പം നിലവിൽ കൊടുത്തുകൊണ്ടിരിക്കുന്ന 1500 കോടി രൂപയ്ക്ക് പുറമെ ഈ പണം കൂടി സർക്കാർ KSRTCക്ക് നൽകും. KSRTC വരുന്ന 6 മാസത്തിനുള്ളിൽ അവരുടെ വരുമാനം വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള വിവിധ മാർഗങ്ങൾ ആരായണം എന്ന് അഭ്യർത്ഥിച്ചിട്ടുണ്ട്. ആ സർക്കാരിൻ്റെ അഭ്യർത്ഥന അവർ സ്വീകരിച്ചിട്ടുണ്ട്. 6 മാസത്തിനുള്ളിൽ KSRTCയുടെ വരുമാനം കൂടി കുറച്ചുകൂടി വർദ്ധിപ്പിച്ച് ഇതിൻ്റെ മറ്റൊരു ഘട്ടത്തിലേക്ക് കൂടി കടക്കാൻ പറ്റും എന്നാണ് സർക്കാർ കരുതുന്നത്. അതുപോലെ ഗവൺമെൻറ് ലീഡർമാരെ 40ഓളം പേരെ പുതിയതായി നിയമിച്ചിട്ടുണ്ട്, നേരത്തെ നിയമിച്ചത് കൂടാതെ. അതിൽ സ്പെഷ്യൽ ഗവൺമെൻറ് ലീഡർ, സീനിയർ ഗവൺമെൻറ് ലീഡർ എന്ന തസ്തികകളിലേക്കാണ് നിയമിച്ചിട്ടുള്ളത്. സ്റ്റേറ്റ് അറ്റോർണിയായിട്ട് ശ്രീ അനൂപ് നായരെ നിയമിച്ചു ഹൈക്കോടതിയിൽ. ഇത്തരം തീരുമാനങ്ങളാണ്, ഈ തീരുമാനങ്ങളെല്ലാമാണ് ഇന്നത്തെ മന്ത്രിസഭാ യോഗത്തിലെടുത്തത്. അല്ല, ഇത് ആദ്യഘട്ടത്തിലാണ് നമ്മളിത് നടപ്പാക്കുന്നത്. ഓർഡിനറി ബസ്സുകളിലാണ് നടപ്പാക്കുന്നത്. അല്ലല്ല, ഞാൻ പറഞ്ഞല്ലോ, കൃത്യമായിട്ട് പറഞ്ഞല്ലോ, ഇത് ആദ്യഘട്ടത്തിൽ ഇതാണ് നടപ്പാക്കുന്നത്. അല്ല, അതിനെക്കുറിച്ചൊന്നും ഇപ്പോൾ അതിനെക്കുറിച്ചുള്ള തീരുമാനങ്ങളൊന്നുമില്ല. KSRTC ഒരു സ്വതന്ത്രമായി വരുമാനമുണ്ടാക്കാൻ കഴിയുന്ന തലത്തിലേക്ക് KSRTCയെ ഉയർത്തുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടികൾ ഗവൺമെൻറ് സ്വീകരിക്കും. കൂടുതൽ വാഹനങ്ങൾ വാങ്ങി, കൂടുതൽ ഷെഡ്യൂളുകൾ നടപ്പിലാക്കി, കൂടുതൽ പരസ്യങ്ങൾ നൽകി വരുമാനം വർദ്ധിപ്പിക്കുന്നതിനുള്ള നടപടികളുണ്ടാകും. ഇത് നമ്മൾ പ്രഖ്യാപിച്ച പദ്ധതിയുടെ ആദ്യഘട്ടമായിട്ടാണ്. ഇപ്പോൾ തന്നെ ഞാൻ പറഞ്ഞതുപോലെ 750-800 കോടി രൂപ ഒരു വർഷത്തിൽ ഗവൺമെൻറ്റിന് അധിക ചെലവ് വരുന്ന ഒരു പദ്ധതിയാണ് ആദ്യ വർഷത്തിൽ തന്നെ. അത് KSRTCയുടെ നില കുറച്ചുകൂടി മെച്ചപ്പെടുത്തിയിട്ട് രണ്ടാം ഘട്ടത്തിനെ കുറിച്ച് നമ്മൾ ആലോചിക്കും. അല്ല, ഓർഡിനറി ബസ്സിലാണല്ലോ ഇപ്പോൾ സൗകര്യം കൊടുത്തിരിക്കുന്നത്. ഓർഡിനറി ബസ്സിൽ സൗജന്യം ഉണ്ടാവും. അല്ല, അവിടുത്തെ സർവീസുകളിലെ 28% KSRTC ബസ്സുകൾ, 28% KSRTC ബസ്സുകളുണ്ട്.
തിരുവനന്തപുരത്തുള്ളത്തരം KSRTC ബസ്സുകൾ മലപ്പുറത്ത് ഇല്ല എന്നുള്ളത് ശരിയാണ്. പക്ഷേ 28% ഉണ്ട്. ഓർഡിനറി ബസ് ഇല്ലായികയല്ല, 28% മൊത്തം സർവീസുകളിൽ 28% ഈ പറയുന്ന ജില്ലകളിലുണ്ട്. അല്ല, ഓർഡിനറി ബസ്സുകളിലേക്കാണ് കണ്ടീഷൻ ഇല്ലാതെ ഇപ്പം അനുമതി കൊടുത്തിരിക്കുന്നത്. അല്ല, അതല്ല, അത് നമ്മൾ പഠിക്കണമല്ലോ. ഒരു പുതിയ സംവിധാനം ഏർപ്പെടുത്തുമ്പോൾ നമ്മൾ പഠിക്കും. അതിന് പരിമിതികളൊന്നുമല്ല, നമ്മളത് സ്റ്റഡി ചെയ്യും. എല്ലാ മാസവും നമ്മളത് റിവ്യൂ ചെയ്യും, എല്ലാ മാസവും. കാരണം ഒരു പുതിയ കേരളത്തിൽ ആദ്യമായി നടപ്പിലാക്കുന്ന ഒരു സ്കീമാണ്. അപ്പോൾ അതിൻ്റെ എല്ലാ കാര്യങ്ങളും, ഇപ്പോൾ നിങ്ങൾ ചോദിച്ച മലബാറിലെ കാര്യങ്ങൾ ഉൾപ്പെടെ ആ കൂട്ടത്തിൽ നമ്മൾ സ്റ്റഡി ചെയ്യും. എന്നിട്ട് നമുക്ക് അതിൻ്റെ അകത്ത് എവിടെയാണ് കുറവ്, എന്താണ് കുറവ് എന്ന് മനസ്സിലാക്കി അതുകൂടി പരിഹരിക്കാനുള്ള ശ്രമം ഉണ്ടാവും. അല്ല, അത് ആലോചിക്കും നമ്മളത്. ഇത് നമ്മൾ സ്റ്റഡി ചെയ്യട്ടെ. ഓരോ ജില്ലയിൽ നിന്നും എത്ര പേരാണ് ഒരു ദിവസം ഓർഡിനറി ബസ്സിൽ കയറുന്ന സ്ത്രീകളുടെ എണ്ണം എത്രയാണ്, ഒരു മാസം എത്ര വരും എന്ന് നമ്മൾക്കിപ്പോൾ ഉള്ളത് KSRTCയിലത്തെ നിലവിലത്തെ ഒരു സർവേ നടത്തിയിട്ടുള്ള കണക്കാണ്. ആ കണക്ക് പ്രകാരമാണ് നമുക്ക് ഇത്രയും 750-800 കോടി രൂപയുടെ ബാധ്യത നമുക്ക് വരുന്നത്. അപ്പോൾ അത് നമ്മൾ സ്റ്റഡി ചെയ്യുമ്പോൾ എവിടെയാണത് കുറവ്, എവിടെയാണ് ഒരു സ്ത്രീകൾക്ക് വേണ്ടി നമ്മൾ കൊടുക്കുന്ന സ്കീമാണ്. അത് നമ്മൾ ആഗ്രഹിച്ചതുപോലെ തന്നെ ഇത് 2-3 പ്രാവശ്യം ഇതേ ചോദ്യം തന്നെ 3 പേര് ചോദിച്ചിട്ട് ഞാൻ നല്ല ഭംഗിയായിട്ട് മറുപടി പറഞ്ഞതാണ്. അത് പഠിച്ച് അതിനുള്ള ഓൾട്ടർനേറ്റീവ് സംവിധാനം ഏർപ്പെടുത്തുന്നു. പിന്നെ വഞ്ചന എന്നൊക്കെയുള്ള വാക്ക് ആളുകൾക്ക്, സ്ത്രീകൾക്ക് KSRTCയിൽ സൗജന്യ യാത്ര ഓർഡിനറി ബസ്സുകളിൽ അനുവദിക്കാനുള്ളൊരു സ്കീം 800 കോടി രൂപയോളം വരുന്നൊരു ബാധ്യതയുള്ള ഒരു സ്കീം പ്രഖ്യാപിച്ചിട്ട് വഞ്ചന എന്ന് പറയുകയാണെങ്കിൽ താങ്കൾ പ്രതിനിധാനം ചെയ്യുന്ന സ്ഥാപനത്തിൻ്റെ അഭിപ്രായമായിട്ട് അത് നാളെ എഴുതിക്കോ, സ്ത്രീകളെ വഞ്ചിച്ചു എന്ന് പറഞ്ഞു. അല്ലാതെ ഞാൻ വേറെ അഭിപ്രായം അതിനെക്കുറിച്ച് പറയുന്നില്ല. പക്ഷെ ആ വാക്ക് ഒന്നും കൂടി ആലോചിക്കും. നിങ്ങൾ മാധ്യമപ്രവർത്തകരല്ലേ. ആ വാക്ക് ഒരു വലിയ പ്രധാനപ്പെട്ട സ്കീം. കേരളത്തിലെ പാവപ്പെട്ട സ്ത്രീകളാണ് ഇതിൻ്റെ അത് യാത്ര ചെയ്യുന്നത് കൂടുതൽ, ബഹുഭൂരിപക്ഷം പേർ. അല്ല, ലെറ്റ് മീ കംപ്ലീറ്റ്. ഞാനൊരു ഉത്തരം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ അങ്ങ് ഒരു പ്രസംഗം പോലെ ഒരു ചോദ്യം ചോദിച്ചു. അതിന് ഞാൻ ഉത്തരം പറഞ്ഞുകൊണ്ടിരിക്കുക. അങ്ങനെ അസ്വസ്ഥരാവല്ലേ. നിങ്ങൾ 3 പേരും ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്, ഒരേ ചോദ്യം ചോദിച്ചുകൊണ്ടിരിക്കുകയാണ് 3 പേരും. ഇനി വേറെ ആർക്കെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ ചോദിക്കും. അവരുടെ ചോദ്യത്തിന് ഞാൻ മറുപടി പറഞ്ഞേ. മുൻകൂർ ജാമ്യം കൊടുത്തു. അല്ല, അത് ഉറപ്പായിട്ട് പരിശോധിക്കും. കോടതിയുടെ ഓരോ നടപടിക്രമങ്ങളുടെ ഭാഗമായിട്ട് ചിലപ്പോൾ ആൻറ്റിസിപ്പേറ്ററി ബെയിൽ കൊടുക്കും, ചിലപ്പോൾ ആൻറ്റിസിപ്പേറ്ററി ബെയിൽ റിജക്റ്റ് ചെയ്യും. അത് കോടതിയുടെ ദൈനംദിന നടപടിക്രമങ്ങളുടെ ഭാഗമായിട്ടാണ്. അത് എന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിച്ചത് എന്ന് പരിശോധിക്കും തീർച്ചയായിട്ടും. അല്ല, നമുക്കങ്ങനെ ഒരു കോടതി വിധിയെക്കുറിച്ച് സർക്കാർ കയറി കമന്റ് പറയാൻ പറ്റുമോ? ഞാൻ ചോദിക്കട്ടെ, സർക്കാർ കോടതി ഒരു വിധി പറഞ്ഞു, ആൻറ്റിസിപ്പേറ്ററി ബെയിൽ ഉള്ള അവരുടെ ആപ്ലിക്കേഷൻ അനുവദിച്ചു. അതിന് സർക്കാർ കയറി കേരളത്തിലെ എല്ലാ ജില്ലകളിലും എല്ലാ കോടതികളിലും നടക്കുന്ന കോടതിയുടെ നടപടിക്രമത്തിനെതിരായി എനിക്ക് പ്രതിഷേധിക്കാൻ പറ്റുമോ? അതിനെക്കുറിച്ച് കമന്റ് പറയാൻ പറ്റില്ല. അത് കോടതിയുടെ നടപടിക്രമത്തിന്റെ ഭാഗമായിട്ടാണ്. വേറെ ഓപ്ഷൻ ഗവൺമെന്റിന്റെ അകത്തുണ്ട്, ഓപ്ഷനുണ്ട്, അതെല്ലാം പരിശോധിക്കും. അല്ല, അതെല്ലാം പരിശോധിക്കും. ഞാൻ പറഞ്ഞല്ലോ, അതെല്ലാം പരിശോധിക്കും. ആ കാര്യങ്ങളെല്ലാം തീർച്ചയായിട്ടും പരിശോധിക്കും. ഇതൊക്കെ നിയമം കൊണ്ട് നിയന്ത്രിക്കേണ്ട ഒരു കാര്യങ്ങളല്ല. ഞാൻ തന്നെ വളരെ ദേഷ്യപ്പെട്ട് അവരോട് സംസാരിച്ചു. കാരണം ഈ ഓണർ കൊടുക്കാൻ പോലീസിന് പറ്റുന്നില്ല, കുടുംബാംഗങ്ങൾക്ക് അവരുടെ കർമ്മങ്ങൾ ചെയ്യാൻ അവരെ അനുവദിക്കുന്നില്ല. വല്ലാത്തൊരു സ്ഥിതിയായിരുന്നു. അപ്പോൾ ഞാനാണ് ആദ്യം അതിനോട് പ്രതികരിച്ചത്, നിങ്ങൾ മാറി നിൽക്കണം, കുടുംബത്തിന് ഈ കർമ്മങ്ങൾ ചെയ്യാൻ അവരെ അനുവദിക്കണം എന്ന് പറഞ്ഞത്.
അത് മാത്രമല്ലല്ലോ, സലീം കുമാർ രോഗബാധിതനായി കിടക്കുമ്പോൾ സോഷ്യൽ മീഡിയയിൽ വലിയൊരു അറ്റാക്ക് നടന്നു. ചത്തുകൂടെ എന്നാണ് ചോദിച്ചത്. എന്താണ് ആ മനുഷ്യൻ ചെയ്ത തെറ്റ്? മരിച്ചു കഴിഞ്ഞിട്ടും വളരെ മോശമായ രീതിയിലുള്ള സോഷ്യൽ മീഡിയ പ്രചരണം നടന്നു. ഇത് നമ്മുടെ കേരളത്തിലാണോ ഇത് നടക്കുന്നത്? ദേശീയ അവാർഡ് നേടിയ ഒരു നടനാണ്, മലയാളികളെ കുടുകൂടെ ചിരിപ്പിച്ചൊരു നടനാണ്. എല്ലാവർക്കും ഇഷ്ടമുള്ള ഒരാളെക്കുറിച്ച് എന്തും സോഷ്യൽ മീഡിയയിൽ പ്രചരണം നടത്തണം. ചത്തുകൂടെ എന്നാണ് ചോദിച്ചത്, സുഖമില്ലാതെ ഒരാൾ കിടക്കുമ്പോൾ. ഇതാണ് നമ്മുടെ കേരളം. ആരാണിതിൻ്റെ പുറകിൽ? ആരാണിതിൻ്റെ പുറകിൽ? ഈ ക്യാമ്പയിൻ്റെ പുറകിൽ എല്ലാവർക്കും രാഷ്ട്രീയമുണ്ട്. കലാകാരന്മാർക്കും സാംസ്കാരിക പ്രവർത്തകർക്കൊക്കെ ഒരുപാട് ആളുകൾക്ക് രാഷ്ട്രീയമുണ്ട് ഇവിടെ. ഒരുപാട് പേർക്ക് അവരുടെ രാഷ്ട്രീയത്തിൻ്റെ പേരിൽ ഒരാൾ സുഖമില്ലാതെ വെന്റിലേറ്ററിൽ മരണത്തോട് മല്ലടിച്ച് കിടക്കുമ്പോൾ നടത്തിയൊരു ക്യാമ്പയിൻ ഉണ്ടല്ലോ, ഇത് നമ്മുടെ കേരളത്തിന് യോജിച്ചതല്ലത്. കേരളം അത് തിരിച്ചറിയും. ഇത് ചെയ്യുന്ന ആളുകൾ അത് മനസ്സിലാക്കണം. ചോദിക്കാം. ഞാൻ നേരത്തെ തന്നെ ഒരു അഭിപ്രായം പറഞ്ഞു, CPM-നെ തോൽപ്പിക്കാൻ എളുപ്പമാണ്, പക്ഷെ തോറ്റെന്ന് അവർക്ക് ബോധ്യപ്പെടാൻ വലിയ പാടാണ്. അവർ ബോധ്യപ്പെടാൻ അതിൻ്റെ ഭാഗമായിട്ട് സത്യത്തിൽ ആ ചർച്ചയാണോ അവരുടെ ജില്ലാ കമ്മിറ്റികളിൽ നടന്നത്? അതാണോ ആ ചർച്ചയാണോ? ഈ പറഞ്ഞ കാര്യമാണോ അവിടെ ചർച്ച നടന്നത്? BJP UDF-ന് വോട്ട് ചെയ്തുകൊണ്ടാണ്. ഞാൻ മുഖ്യമന്ത്രിക്ക് മറുപടി കൊടുത്തല്ലോ നിയമസഭയിൽ. മുഖ്യമന്ത്രി പ്രതിപക്ഷ നേതാവിന്, മുൻ മുഖ്യമന്ത്രിക്ക് ഞാൻ നിയമസഭയിൽ മറുപടി കൊടുത്തല്ലോ. എന്താ അദ്ദേഹം പറഞ്ഞത്? നിയമത്ത് ഞങ്ങളുടെ വോട്ട് കുറഞ്ഞത് കൊണ്ടാണ് ജയിച്ചതെന്ന് പറഞ്ഞല്ലേ. നിയമത്ത് ഞങ്ങളുടെ വോട്ടും അവരുടെ വോട്ടും കുറഞ്ഞിട്ടുണ്ട്. പിന്നെ ചാത്തന്നൂരും അതുപോലെ കഴക്കൂട്ടത്തും ഞങ്ങളുടെ വോട്ട് കൂടി. CPM-ന്റെ വോട്ട് 11,000 വോട്ടും 17,000 വോട്ടും കുറച്ചു. അവിടെ CPM BJP ഡീലായിരുന്നു ജയിപ്പിക്കാൻ വേണ്ടി. കാരണം BJP-യുടെ ഏറ്റവും വലിയ നേതാക്കൾ അവർ മത്സരിച്ച സ്ഥലത്താണ് ഈ വിജയം ഉണ്ടായത്. അതാണ് ഡീല്. അവരുടെ കയ്യിൽ അവരുടെ മുതിർന്ന നേതാക്കൾ കൈവശം വച്ചിരുന്ന സീറ്റുകളാണ് വെള്ളിത്താളത്തിലാക്കി BJP-ക്ക് കൈമാറിയത്. മനസ്സിലായില്ലേ? ഇതൊന്നും ആയിരുന്നില്ലല്ലോ അവരുടെ ചർച്ച. അവരുടെ പാർട്ടിയുടെ അണികളും പാർട്ടിയുടെ നേതാക്കന്മാരും പ്രതിപക്ഷ നേതാവിനെയും പാർട്ടി സെക്രട്ടറിയെയും ഉൾപ്പെടെയുള്ള അന്നത്തെ മന്ത്രിമാർ ഉൾപ്പെടെയുള്ള ആളുകളെയും നേതൃത്വത്തെയും രൂക്ഷമായി വിമർശിക്കുകയും എടുത്ത നിലപാടുകൾ മതേതരമല്ലാത്ത നിലപാട് എടുത്തതിനൊരു ചോദ്യം ചെയ്യുമായിരുന്നു. അതായിരുന്നു അവിടെ ചർച്ചയിൽ നടന്നത് അല്ലേ? അതൊക്കെ ഇപ്പോൾ അവസാനം കുറച്ച് കാര്യമൊക്കെ സമ്മതിച്ചു. അതിൻ്റെ കൂടെ വെറുതെ ഒരു മരുന്നിന് വേണ്ടി ഇത് ചേർത്തെന്ന് മാത്രമല്ല, അത് ഗൗരവമായിട്ട് എടുക്കണ്ട. നമ്മൾ ഈ കേരളത്തിലെ IAS കേഡറിലുള്ള ഉദ്യോഗസ്ഥന്മാരുടെ രാഷ്ട്രീയ പശ്ചാത്തലം അന്വേഷിച്ചിട്ടാണോ പോകുന്നത്? അദ്ദേഹത്തിനെതിരായി ഒരു നടപടി ഉണ്ടായിരുന്നു, 2 പേർക്കെതിരായി നടപടി ഉണ്ടായിരുന്നു. നിങ്ങൾ തന്നെ എന്നോട് ചോദിച്ചു ആ നടപടി പിൻവലിക്കുമോ എന്ന്. ഞാൻ പറഞ്ഞു അത് ഞങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അവർക്ക് എതിരായി നടക്കുന്ന അച്ചടക്ക നടപടികൾ നിലനിർത്തിക്കൊണ്ട് തന്നെ സസ്പെൻഷൻ റിവോക്ക് ചെയ്തവരെ സർവീസിൽ വെച്ചു. ഒരു കാര്യം മനസ്സിലാക്കണം, കേരളത്തിലുള്ള സർവീസിലെ എണ്ണം ഭയങ്കര കുറവാണ്. ഒരുപാട് പേര് ഡൽഹിയിലേക്ക് പോയിരിക്കുകയാണ്. അവിടുത്തെ കമ്പൽസറി സർവീസ് ഉണ്ട് ചിലർക്ക്. അത് കഴിഞ്ഞിട്ടും അവർ കേരളത്തിലേക്ക് വരാൻ മടിക്കുകയായിരുന്നു വർഷങ്ങളായിട്ട്. ഇവിടെ പലർക്കും നമ്മൾ ചാർജ് കൊടുത്തിട്ട് അഡീഷണൽ ചാർജാണ് വേറെ പല വകുപ്പുകളിലേക്കും കൊടുത്തിരിക്കുന്നത്. സർക്കാർ വളരെ ബുദ്ധിമുട്ടിയിട്ടാണ് ഈ സെക്രട്ടറിമാരുടെയും സ്പെഷ്യൽ സെക്രട്ടറിമാരുടെയും IAS ഉദ്യോഗസ്ഥന്മാരുടെയും നിയമനങ്ങൾ നടത്തുന്നത്. ഞാനിത് പറഞ്ഞല്ലോ, ഈ ഗവർണർ ഇതുപോലെ യൂണിവേഴ്സിറ്റികളിൽ ആളുകളെ നിയമിക്കാൻ തുടങ്ങിയത് ഞങ്ങൾ വന്നതിന് ശേഷമാണോ?
അല്ലല്ല, ഞാൻ പറഞ്ഞ അല്ല, എന്ത് ഇത്ര അസ്വസ്ഥത, ഞാനൊന്ന് പറഞ്ഞു തീർത്തോട്ടെ. ഞാൻ തുടങ്ങിയുള്ളൂ മറുപടി. അങ്ങ് പറയുന്നതൊക്കെ ഞാൻ കേട്ടോണ്ടിരുന്നു, ഇല്ലേ, മുഴുവൻ കേട്ടോണ്ടിരുന്നു. നാലാമത്തെ ചോദ്യമാണ് ചോദിക്കുന്നതെങ്കിലും ഞാൻ കേട്ടോണ്ടിരുന്നു മുഴുവൻ. അപ്പം ഞാൻ പറയാൻ അനുവദിക്കണ്ടേ? അപ്പോൾ അത് യൂണിവേഴ്സിറ്റികളിൽ നിയമിക്കാൻ തുടങ്ങിയത് എന്ന് നിയമിക്കാൻ തുടങ്ങിയതാ? സിൻഡിക്കേറ്റിൽ എത്ര നിയമനങ്ങൾ നടത്തി? കേരളത്തിലെ എല്ലാ സിൻഡിക്കേറ്റുകളിലും എത്ര വൈസ് ചാൻസലർമാരുടെ പ്രശ്നങ്ങളുണ്ടായി? ഇതൊരു പുതിയ കാര്യമല്ലല്ലോ, ഒരു പുതിയ കാര്യമല്ലല്ലോ. ഇത് ഞങ്ങളിപ്പോൾ പുതിയതായി ഉണ്ടാക്കിയിരിക്കുന്ന, ഞങ്ങൾ വരുന്നതിന് മുമ്പ് അതിൻ്റെ നടപടിക്രമങ്ങളെല്ലാം പോയതാണ്. പാനൽ ആരാ കൊടുക്കേണ്ടിയിരുന്നത്? കഴിഞ്ഞ സർക്കാരാണ് കൊടുക്കേണ്ടിയിരുന്നത്, പാനൽ കൊടുക്കേണ്ടിയിരുന്നത്, അല്ലേ? അവർ നിയമിച്ചു. അപ്പം നമ്മളത് പരിശോധിക്കും, ഞങ്ങളത് പരിശോധിക്കും. ഇത് പുതിയ കാര്യം ഞങ്ങളുടെ ഗവൺമെൻറ് വന്ന ഉടനെ തന്നെ ഗവർണർ കാവ്യവൽക്കരണമായിട്ട് ഇറങ്ങിയെന്നുള്ളതല്ലല്ലോ. LDF ഗവൺമെൻറ് ഇവിടെ അധികാരത്തിൽ ഇരിക്കുന്ന കാലത്ത് എല്ലാ യൂണിവേഴ്സിറ്റികളിലും ഈ വിഷയം ഉണ്ടായല്ലോ, എല്ലാ വിഷയവും. അതിൻ്റെ ഒരു തുടർച്ചയായിട്ടുണ്ടായ സംഭവമല്ലേ. സർക്കാർ അത് പരിശോധിച്ച് ഞങ്ങളെ കൊണ്ട് നിയമപരമായി എടുക്കാൻ പറ്റാവുന്ന എല്ലാ കാര്യങ്ങളും ചെയ്യും. അല്ല, ഞങ്ങളത് സ്റ്റഡി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അവസാനം വന്ന ഈ പോർട്ടലിൽ ഇത് ചേർത്തതോടുകൂടി വഖഫ് ഭൂമിയാണെന്ന് അവസാനത്തെ വഖഫ് ബോർഡ് പോകുന്ന വഴിക്ക് ഞങ്ങളുടെ ഗവൺമെൻറ് വരുന്നതിൻ്റെ ഇടയിൽ ഒരു തീരുമാനം എടുത്തല്ലോ, ആ ഒരു ഡിസിഷൻ എടുത്തല്ലോ. അല്ല, നമ്മൾ അതിൻ്റെ ഭാഗമായിട്ട് ഞങ്ങൾ എല്ലാവരുമായിട്ട് ഇൻട്രാക്ട് ചെയ്ത് അവരുമായിട്ട് സമരസമിതിയുടെ ആളുകളുമായിട്ട് സംസാരിച്ചു. എല്ലാവരുമായിട്ടും ഞങ്ങൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഒരു തീരുമാനം ഉണ്ടാവും. അല്ല, ഞാൻ ചോദിക്കട്ടെ, ഇതെല്ലാം വാർത്തകൾ വരികയാണ്, ഓരോരുത്തരും ഇഷ്ടമുള്ള വാർത്തകൾ കൊടുക്കുക. ഞങ്ങൾ ഒരു തീരുമാനം എടുത്തിട്ടില്ല, ഞങ്ങൾ തീരുമാനം എടുക്കും. ഞങ്ങൾ എടുക്കാത്ത തീരുമാനത്തിന് വാർത്ത വരികയാണ്. അതിൽ ലേബർ കോഡിൻ്റെ വിഷയമുണ്ട്, 2 PMCയിലെ വിഷയമുണ്ട്, 3 PMAYയിലെ വിഷയമുണ്ട്. ഞങ്ങൾ ആ തീരുമാനം എടുക്കും. ഞങ്ങൾ അന്ന് എതിർത്തത് എന്താ? PMC ഒരു കാരണവശാലും അതിൽ പങ്കുചേരില്ല എന്ന് നിരന്തരം പ്രഖ്യാപിച്ചൊരു ഗവൺമെൻറ് മന്ത്രിസഭാ അംഗങ്ങൾ പോലും അറിയാതെ പോയി എഗ്രിമെൻ്റ് വെച്ചില്ലേ? എന്നിട്ട് മന്ത്രിസഭാ യോഗത്തിൽ വന്ന് അന്നത്തെ മുഖ്യമന്ത്രിയും വിദ്യാഭ്യാസ മന്ത്രി ഇരിക്കുകയാണ്. അവർക്ക് രണ്ടുപേർക്കും അറിയാം ഇത് ഒപ്പുവെച്ചത്. ബാക്കി CPI മന്ത്രിമാർ ആവേശത്തോടെ പറയുകയാണ് ഇതിൽ ഒപ്പുവെക്കരുത്. അപ്പോൾ ഒപ്പുവെച്ചിട്ട് വന്ന മുഖ്യമന്ത്രിയും വിദ്യാഭ്യാസ മന്ത്രിയും മിണ്ടി കൊടുത്തില്ല മന്ത്രിസഭയിൽ. മറ്റവർ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. സ്വന്തം മന്ത്രിസഭാ അംഗങ്ങളെ പോലും അറിയാതെ മന്ത്രിസഭയുടെ പെർമിഷൻ പോലും എടുക്കാതെയാണ് വെച്ചത്. അത്രയും നാള് PMCയിൽ ഒപ്പുവെക്കില്ല എന്ന് പറഞ്ഞ് വൺ ഫൈൻ മോർണിംഗ് പോയി ഒപ്പുവെച്ചപ്പോൾ, മന്ത്രിസഭയെ പോലും വിശ്വാസം എടുക്കാതെ ഒപ്പുവെച്ചപ്പോഴാണ് ഞങ്ങളതിനെ ചോദ്യം ചെയ്തത്. ഇപ്പം അവർ ഒപ്പുവെച്ചൊരു ഗവൺമെൻറ് കണ്ടിന്യൂവേഷനാണ്. അപ്പം നമ്മൾ പരിശോധിക്കണം, അതിൻ്റെ അകത്ത് ലീഗൽ ഒബ്ലിഗേഷൻ ഉണ്ട് ഒരു സ്റ്റേറ്റിന്, അല്ലേ? വ്യക്തികളല്ലല്ലോ പോയി ഒപ്പുവെച്ചത്, സ്റ്റേറ്റ് ഗവൺമെൻറ്റാണ് ഒപ്പുവെച്ചത്, ഗവൺമെൻറ് ഓഫ് കേരളയാണ് ഒപ്പുവെച്ചത്. ഇപ്പോൾ ഗവൺമെൻറ് ഓഫ് കേരള, ഞങ്ങൾ ഭരണതലത്തിലെ ആളുകൾ മാറിയെന്നല്ലാതെ ഗവൺമെൻറ് ഓഫ് കേരള തന്നെയാണ് ഞങ്ങളുടെ പൊസിഷൻ. അപ്പം ഇതിനകത്ത് ലീഗൽ പൊസിഷൻ എന്താണ്, അതിലെങ്ങനെ സ്വീകരിക്കാൻ പറ്റുമെന്ന് പഠിക്കാതെ ചെയ്യാൻ പറ്റുമോ? ഞാൻ ചോദിക്കട്ടെ, ഇപ്പം ഞങ്ങൾ പറഞ്ഞത് തന്നെ, നിങ്ങൾ എന്നോടന്ന് അഭിപ്രായം ചോദിച്ചപ്പോൾ ഞാൻ അതൊക്കെ പറഞ്ഞല്ലോ. മോഡിയെ കാണാൻ പോയിട്ട് ഞാൻ ഇതൊക്കെ ചെയ്യിപ്പിച്ചതൊക്കെ ഞാൻ പറഞ്ഞല്ലോ, റെയ്ഡൊക്കെ നടത്തിച്ചത്. അത് കഴിഞ്ഞിട്ട് ഞാൻ എൻ്റെ അഭിപ്രായം ചോദിച്ചപ്പോൾ പറഞ്ഞു അതൊരു കേസ് രജിസ്റ്റർ ചെയ്ത് നടക്കുന്ന നടപടിക്രമങ്ങളുടെ ഭാഗമാണ്. ഒരു കേസ് രജിസ്റ്റർ ചെയ്തിട്ട് കോടതിയിൽ അവർ പോയി, ഹൈക്കോടതിയിൽ ഇത് അന്വേഷണം നിർത്തിവെക്കണമെന്ന് പറഞ്ഞു. കോടതി ആ പെറ്റീഷൻ റിജക്റ്റ് ചെയ്തു. എന്നിട്ട് അന്വേഷണം തുടരാൻ പറഞ്ഞു. ഡിവിഷൻ ബെഞ്ചിൽ വീണ്ടും പോയി. ഡിവിഷൻ ബെഞ്ചും ആ പെറ്റീഷൻ റിജക്റ്റ് ചെയ്തു. വീണ്ടും അന്വേഷണം നടത്താൻ പറഞ്ഞു. എന്നിട്ട് ED എങ്ങനെ അന്വേഷിക്കണം, ED റെയ്ഡ് നടത്താമോ, ED ചോദ്യം ചെയ്യാമോ, സമൻസ് അയക്കാമോ എന്നൊക്കെ പറയാൻ കേരള ഗവൺമെൻറ്റിന് എന്ത് ജൂറിസ്ഡിക്ഷനാണുള്ളത്? ഒന്ന്. രണ്ടാമത്തെ കാര്യം, ഇതേ അഭിപ്രായമല്ലേ
ഇപ്പോൾ ഈ സമൻസ് അയച്ചതിനെ കുറിച്ച് CPM പറഞ്ഞേക്കണത്? CPM പറഞ്ഞ എന്താ അഭിപ്രായം? നിയമത്തിൻ്റെ വഴിക്ക് പോട്ടെ എന്നല്ലേ CPM നേതാക്കൾ ഇപ്പോൾ പറയുന്നത്? ഞാൻ ചോദിക്കുന്നത്, നിയമത്തിൻ്റെ വഴിക്ക് പോട്ടെ എന്നാണ് ഇപ്പോഴത്തെ CPM നേതാക്കളുടെ പ്രതികരണം. അത് തന്നെയല്ലേ ഞാനന്ന് പറഞ്ഞത്. ഞാൻ ആദ്യം പറഞ്ഞത് ഇവർ രണ്ടാമത് പറയുന്നു എന്നുള്ള വ്യത്യാസം മാത്രമേ ഉള്ളൂ. അല്ല, ആ നിലപാട് വന്നപ്പോഴും ഞങ്ങൾ അന്വേഷണമായിട്ട് സഹകരിക്കുകയായിരുന്നു. ഇത് രാഷ്ട്രീയമായ കേസാണെങ്കിൽ CPM-ന് രാഷ്ട്രീയമായി അതിനെ എതിർക്കാനുള്ള അവകാശമുണ്ട്. ഞങ്ങൾ അതിനെ ചോദ്യം ചെയ്യുന്നില്ല. പക്ഷേ ED റെയ്ഡ് ചെയ്യാൻ വരുമ്പോൾ EDയുടെ വണ്ടി തല്ലി പൊളിക്കുക, അതിൻ്റെ അതിരിക്കുന്ന ആളുകളെ അടിച്ചാൽ ലോ ആൻഡ് ഓർഡർ സിറ്റുവേഷനാണ്. അവിടെ പോലീസ് ഇടപെടും. അതൊന്നും നടക്കില്ല കേരളത്തിൽ. അതൊന്നും നടക്കില്ല. അതിലിടപെടും. നമ്മൾ 55 മണിക്കൂർ രാഹുൽ ഗാന്ധിയെ ഇൻട്രോഗേറ്റ് ചെയ്തില്ലേ? അവരവിടെ പോയിരുന്നില്ലേ? മനസ്സിലായില്ലേ? കേസല്ലേ. ഇപ്പം CPM നേതാക്കൾ എല്ലാവരും പറയുന്നുണ്ടല്ലോ. ഇപ്പം ഇഷ്ടിക കയ്യിലെടുത്തില്ലല്ലോ സമൻസ് അയച്ചപ്പോൾ. ഇഷ്ടിക കയ്യിലെടുത്തോ? ഇഷ്ടിക കയ്യിലെടുത്തില്ല. നിയമത്തിൻ്റെ വഴിക്ക് പോട്ടെ എന്ന് അത് മാത്രമേ ഞാനും പറഞ്ഞുള്ളൂ അന്ന്. ഞാൻ ചോദിക്കട്ടെ, ആ നിലപാട് ഞങ്ങൾ അതിനെ എതിർത്തതാണ്. മാധ്യമങ്ങൾക്ക് വിലക്ക് ഏർപ്പെടുത്തിയതിന് ആ ഓർഡർ ഇപ്പോഴും നിലനിൽക്കുകയാണ്. ഞങ്ങളത് പരിശോധിച്ച് ഒരു നടപടി സ്വീകരിക്കുക. ഞങ്ങൾ പരിശോധിച്ചിട്ടില്ല. ഞാൻ ചോദിക്കട്ടെ, ഇത് എത്ര ദിവസമായി നമ്മൾ വന്നിട്ട്? ഞങ്ങൾ അതിൻ്റെ ഇടയിൽ ഗവർണറുടെ നയപ്രഖ്യാപന പ്രസംഗം, അതിൻ്റെ നന്ദി പ്രമേയത്തിൻ്റെ ചർച്ച, വൈറ്റ് പേപ്പറിൻ്റെ അവതരണം, ബജറ്റിൻ്റെ പ്രിപ്പറേഷൻ, നിരവധി ഗ്യാരണ്ടിയിൽ പറഞ്ഞ കാര്യങ്ങൾ ചെയ്യുന്നതിനുള്ള നടപടിക്രമങ്ങൾ, ഇതെല്ലാം ചെയ്തുകൊണ്ടിരിക്കുകയല്ലേ. ഞങ്ങൾ ആ കാര്യത്തിലൊരു നടപടി സ്വീകരിക്കും. അതിനു മുൻപേ ഞങ്ങളെല്ലാ മാധ്യമങ്ങൾക്ക് നിയന്ത്രണം ഏർപ്പെടുത്തിയ 2018 ഓർഡർ നിലനിൽക്കുകയാണ്. അപ്പം നിലനിൽക്കുക. അത് മാറ്റാനൊരു ഗവൺമെൻറ് ഓർഡർ തന്നെ വേണം. സർക്കുലറാണ് ഇറക്കിയത് 2015-11-2018 ഇറക്കിയ മാർഗനിർദ്ദേശങ്ങളാണ് ആ സർക്കുലർ നിൽക്കുന്നത്. സെക്രട്ടേറിയറ്റിനകത്ത്, സെക്രട്ടേറിയറ്റിന് പുറത്ത് എന്ന് പറയുന്ന നിർദ്ദേശങ്ങൾ. അത് പരിശോധിച്ച് നമ്മളൊരു നടപടി സ്വീകരിക്കണം. അതിനു മുമ്പ് ഞങ്ങൾ മാധ്യമങ്ങളെ പുറത്താക്കി എന്ന് പറയുന്നത്, വാർത്ത കൊടുക്കുന്നത് ശരിയാണോ ഇല്ലയെന്ന് നിങ്ങൾ ആലോചിക്കുക. പിന്നെ ഗേറ്റ് ഫുൾ ടൈം അടച്ചിട്ടിരിക്കുകയായിരുന്നു. ആ ഗേറ്റ് തുറന്നു. ആ ഗേറ്റിന്റെ മുമ്പിലേക്ക് ഒരു ജാഥയുമായിട്ട് വരുമ്പോൾ ആ ഗേറ്റ് അടയ്ക്കില്ലേ? ആ ഗേറ്റ് അടച്ചിട്ടില്ലേ പ്രതിരോധം തീർക്കുന്നത് അല്ലേ? അതവിടെ ഇങ്ങോട്ട് ഒരു ആക്രമണം ഉണ്ടാകാതിരിക്കാൻ സമരങ്ങൾ വരുമ്പോൾ ഗേറ്റ് അടയ്ക്കും. അല്ല, അത് നോക്കാം, അത് പരിശോധിക്കും. ഗവൺമെന്റ് ഒരു നിർദ്ദേശവും കൊടുത്തിട്ടില്ല. ഗവൺമെന്റ് അത് തുറക്കണം എന്നാണ് പറഞ്ഞിരുന്നത്. എനിക്കറിയില്ല. ഞാൻ ആ യോഗത്തിൽ പങ്കെടുത്തില്ല. അതിനെക്കുറിച്ച് ഒരു റിപ്പോർട്ട് എനിക്കറിയില്ല. ഞാൻ അദ്ദേഹത്തോടൊന്നും സംസാരിച്ചില്ല. അദ്ദേഹത്തിന് കേരളത്തിലെ പൊളിറ്റിക്സ് അറിയാമല്ലോ. തീർച്ചയായിട്ടും അതിൻ്റെ നടപടിക്രമങ്ങൾ നോക്കിയിട്ട്, അതിൻ്റെ കോടതിയുടെ പൊസിഷനും മറ്റു കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് നമ്മൾ തീരുമാനമാണ് നമ്മളെടുത്ത്. മറുപടി പറയുന്നില്ല. എന്ത് കാര്യത്തിന് മറുപടി പറയണത്? ഞാനിക്ക് അദാനിയായിട്ട് എന്താ ബന്ധം? ചുമ്മാ ഓരോന്ന് പറയല്ലേ. ഗോവിന്ദൻ മാഷ് പറയട്ടെന്ന്. പുള്ളിക്ക് എന്തെങ്കിലും പറയണ്ടേ? ആരെ സന്ദർശിച്ചെന്ന് പറഞ്ഞു? ഞാനേ സന്ദർശിച്ച് ആളെ അദാനിയുടെ ഏജന്റാണ് ആളെ കണ്ട ആളുകളുടെ ഫോട്ടോ മുഴുവൻ ഞാൻ കാണിച്ചു തരട്ടെ. ഈ കേരളത്തിൽ ബന്ധമുള്ള മക്കളെയൊക്കെ ഇവിടെ കല്യാണം കഴിപ്പിച്ചിട്ടുള്ളത്, അവരുടെ മക്കളെ കേരളത്തിൽ കല്യാണം കഴിപ്പിച്ചിട്ടുള്ള ഒരുപാട് ആൾ. ആര്യാടൻ സാറിൻ്റെ ബന്ധുവാണ്, അകന്ന ബന്ധുവാണ് അദ്ദേഹം. കോഴിക്കോടും കാസർഗോഡും ഒക്കെ കുടുംബ ബന്ധങ്ങളുള്ള ആളാണ്. അദ്ദേഹത്തിൻ്റെ കൂടെ പോയി അദ്ദേഹത്തിനോട് സംസാരിച്ചിട്ടുള്ള ആളാണ്. ഞാൻ എയർപോർട്ടിൽ വന്നിറങ്ങുമ്പോൾ എന്നോട് കണ്ട് സംസാരിച്ചു. ഇനിയിപ്പോൾ അദാനിയുടെ ഞാൻ എന്തിനാ പോയത് ഇലക്ഷൻ കാലത്ത്? അദാനിയുടെ എവിടെ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞിട്ട് അദാനിയായിട്ട് ഇവിടെ ബന്ധത്തിൽ വേണ്ടക്കാനാ? എന്തുവായി പറയുന്നത്? അല്ല, അതൊക്കെ ഓരോരുത്തരുടെ വ്യക്തിപരമായിട്ടുള്ള കാര്യങ്ങൾ. അതിൽ നിങ്ങൾ ഇടപെടേണ്ട കാര്യമില്ല. നിങ്ങൾ തന്നെ ഇറക്കിക്കൊണ്ടിരിക്കുകയല്ലേ? അല്ല, നിങ്ങളുടെയൊക്കെ സ്ഥാപനങ്ങൾ തന്നെയല്ലേ ഇറക്കിക്കൊണ്ടിരിക്കുന്നത്? വരട്ടെ. എല്ലാം കൂടി ഒരു ഗവൺമെൻറ് ഒരു മാസത്തിനുള്ളിൽ തീരുമാനം എടുത്തു കഴിഞ്ഞാൽ
ഇതെവിടെ പോയി നിൽക്കും? നിങ്ങൾ ആലോചിക്കുക, ഇത്രയും വേഗത്തിൽ തീരുമാനങ്ങൾ എടുത്തൊരു സർക്കാരില്ല. മനസ്സിലായില്ലേ? തീരുമാനങ്ങൾ എടുത്തൊരു സർക്കാരിൽ ഇത്രയും വേഗത്തിൽ. ഞാൻ ഇനി വേറെ കാര്യം ചോദിക്കുക, ഈ 2500 രൂപ അല്ല 2500 രൂപ പെൻഷൻ വർദ്ധിപ്പിക്കും എന്ന് 5 കൊല്ലം മുമ്പ് പറഞ്ഞിട്ട് 4.25 കൊല്ലക്കാലം ഒറ്റ പൈസ കൂട്ടിക്കൊടുത്തില്ല. കൂട്ടിക്കൊടുത്തോ? കഴിഞ്ഞ ഗവൺമെന്റ് കൂട്ടിക്കൊടുത്തോ? എന്നിട്ട് തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുന്നതിൻ്റെ തൊട്ട് തലയാഴ്ച ഒരു 400 രൂപ കൂട്ടിക്കൊടുത്തു. അതുപോലത്തെ കാര്യങ്ങൾക്കാണ് ചോദിക്കേണ്ടത്. അത് ഞാൻ മുൻ മുഖ്യമന്ത്രിയോട് നിങ്ങൾ ആരും ചോദിക്കണേ കേട്ടിട്ടില്ല. ചോദിക്കണ്ടേ? I am going to present the budget. Please wait. Because we have already stated that we are in a trouble. That is, it is very clear that 35,000 crores of plan, 20,500 crores are not there. That was a wild guess from the 16th Finance Commission. The last finance minister expected 14,000 crores as revenue deficit grant. But unfortunately, the 16th Finance Commission decided not to give the revenue deficit grant. The last government received 55,000 crores as a revenue deficit grant, but we are not getting anything from the 16th Finance Commission. Another thing, the last finance minister expected 2.8% devolution of taxes. Unfortunately, we got only 2.32. More than 5,000 crores we have to find out, and another 600 crores grant. So 20,500 crores are not there in the plan. That is the fiscal situation we are facing. Unexpected situation. Nobody expected such a situation. If we have to make 20,500 crores to implement the plan. That is a fiscal situation. Not a single government never faced such a situation in the history of Kerala. മെഡിസപ്പ് പദ്ധതി എന്തായാലും പുനഃപരിശോധിക്കും. പക്ഷേ ഇൻഷുറൻസ് ആയിട്ടുള്ള എഗ്രിമെന്റ് ആണ്, അതിന്റെ കാലാവധിയും മറ്റുമൊക്കെ നോക്കണം. അല്ല, ഞാൻ എന്താണ് നിങ്ങൾ അന്ന് എന്നോട് ഈ വിഷയത്തെക്കുറിച്ച് ചോദിച്ചപ്പോൾ പറഞ്ഞത്? അത് പരിശോധിച്ച് വേണ്ട നടപടി സ്വീകരിക്കുമെന്ന്. നടപടി വന്നില്ലേ? ഞാൻ നടപടി വന്നില്ലേ? ഞാൻ ആദ്യത്തെ പത്രസമ്മേളനത്തിൽ പറയുന്നുണ്ട്, ഗവൺമെന്റിന്റെ ഭാഗത്ത് നിന്ന് ശരിയും തെറ്റുമൊക്കെ ഉണ്ടാവും. തെറ്റുകളുണ്ടെങ്കിൽ നമ്മൾ ശ്രദ്ധയിൽപ്പെട്ടുമ്പോൾ നമ്മൾ കറക്റ്റ് ചെയ്താൽ മതിയല്ലോ, ഏത് കാര്യമാണെങ്കിലും. അതിനെന്താ കറക്റ്റ് ചെയ്തില്ലേ? അവരൊരു റിവ്യൂ മീറ്റിംഗ് അവിടുത്തെ മന്ത്രിമാരെ ചുമതലപ്പെടുത്തിയിട്ടുണ്ട്. അതുമായി ബന്ധപ്പെട്ട ആളിലെ അവിടുത്തെ നടപടിക്രമങ്ങൾ റിവ്യൂ ചെയ്യണമെന്ന് പറഞ്ഞു. ഞാനിങ്ങനെ ഒരു വാർത്ത ശ്രദ്ധയിൽപ്പെട്ടതിനെ കുറിച്ച് അന്വേഷിച്ചപ്പോൾ ഈ ലോണുകളെല്ലാം ടേക്ക് ഓവർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ളൊരു തീരുമാനമൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നത് ഇംപ്ലിമെൻ്റ് ചെയ്യാത്തതായിട്ട് ബന്ധപ്പെട്ടതാണ്. അത് ഇപ്പോൾ ബജറ്റ് കഴിഞ്ഞാൽ ഞാൻ തന്നെ ഒരു റിവ്യൂ മീറ്റിംഗ് അവിടുത്തെ ഗവൺമെൻറ് ചെയ്യേണ്ട ഒരുപാട് കാര്യങ്ങളിൽ പരാതിയുണ്ട്. അവിടെ വ്യാപകമായ പരാതികളുണ്ട്. ഇപ്പോൾ പണി പൂർത്തിയാക്കിയ വീടുകളിൽ പോലും ആളുകൾക്ക് താമസിക്കാൻ പറ്റാത്ത സിറ്റുവേഷൻ ഉൾപ്പെടെയുള്ള ഒരുപാട് വിഷയങ്ങളുണ്ട്. അത് റിവ്യൂ മീറ്റിംഗ് നടത്തി ആ പുനരധിവാസ പ്രവർത്തനങ്ങൾ, റീഹാബിലിറ്റേഷൻ പ്രോസസ്സ് നമ്മൾ വേഗത്തിലാക്കും. അത് ആഭ്യന്തര വകുപ്പിൻ്റെ നേതൃത്വത്തിൽ നടക്കുന്ന പരിപാടിയാണ്. ഇനി വിവിധ വകുപ്പുകളെ ക്രോഡീകരിച്ചുകൊണ്ട്, അതായത് പോലീസ്, എക്സൈസ്, ജനറൽ എഡ്യൂക്കേഷൻ, ഹയർ എഡ്യൂക്കേഷൻ, ലോക്കൽ സെൽഫ് ഗവൺമെൻറ്, എല്ലാ വകുപ്പുകളെയും കൂടി ഏകോപിപ്പിച്ചുകൊണ്ടിട്ടുള്ള വലിയ പദ്ധതികൾ വരും. ഇതിൻ്റെ അകത്ത് 2 പാർട്ടാണുള്ളത്. ഒന്ന് എൻഫോഴ്സ്മെൻറ്റ് പാർട്ടാണ്. എൻഫോഴ്സ്മെൻറ്റ് പാർട്ട് ഇംപ്ലിമെൻ്റ് ചെയ്യേണ്ടത്
ഹോം ഡിപ്പാർട്ട്മെൻറ്റും എക്സൈസ് ഡിപ്പാർട്ട്മെൻറ്റുമാണ്. രണ്ടാമത്തത് അവയർനെസ് ക്യാമ്പയിനാണ്. ആ അവയർനെസ് ക്യാമ്പയിൻ ബാക്കി എല്ലാ ഡിപ്പാർട്ട്മെൻറ്റുകളും NGOമാരും ഞാൻ പറഞ്ഞു, ഇപ്പം ഞങ്ങൾ പ്രീ ബജറ്റ് ഡിസ്കഷന് മഹിളാ സംഘടനകളെയും യുവജന സംഘടനകളെയും എല്ലാവരെയും വിളിച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ അവരോട് റിക്വസ്റ്റ് ചെയ്തു നിങ്ങളും കൂടി അതിൻ്റെ പാർട്ടാവണം. അപ്പോൾ അവരെല്ലാം സഹകരിക്കാമെന്ന് പറയുന്നുണ്ട്. KM ചന്ദ്രശേഖർ അതിൻ്റെ ചെയർമാൻ മറുപടി പറഞ്ഞല്ലോ. ഞാൻ തോമസ് ഐസക്ക് എന്നെ വളരെ അടുത്ത സ്നേഹിതനും വളരെ അടുത്ത സുഹൃത്തുമാണ്. തമാശ പറയാറുണ്ട്. ഇങ്ങനത്തെ തമാശ പറയുമോ? കൊണ്ടാണ് ഇത് ചെയ്തത്. 172 പേജ് ഇത്ര ദിവസം കൊണ്ട് എങ്ങനെ ഉണ്ടാക്കി? 172 പേജൊക്കെ ഉണ്ടാക്കാനുള്ള കപ്പാസിറ്റി ഗവൺമെൻറ്റിനുണ്ട് 10 ദിവസം കൊണ്ട്. ഞങ്ങളത് ചെയ്യും. ഒരു ഉപയോഗിച്ചിട്ടില്ല എന്ന് KA ചന്ദ്രശേഖരൻ പറഞ്ഞു. ഇനി ഉപയോഗിച്ചാൽ എന്താ തെറ്റ്? ഞങ്ങൾ ഉപയോഗിക്കും ഇനിയുള്ള കാര്യങ്ങൾക്ക്. ഇതിലുപയോഗിച്ചിട്ടില്ല. ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ടൂൾ ഈ ഗവൺമെൻറ് ഉപയോഗിക്കും. ഡാറ്റ ഡ്രിവൺ ഗവേണൻസ് ആണ് വരാൻ പോകുന്നത്. അതിൻ്റെ ഭാഗമായി ടൂൾസ് ഉപയോഗിക്കും. ഞങ്ങളതിൻ്റെ സ്റ്റഡി തുടങ്ങിക്കഴിഞ്ഞു. ഞങ്ങൾ അതിന് ആവശ്യമായ ആളുകളെ ചുമതലപ്പെടുത്തി കഴിഞ്ഞു. അത് ചെയ്താൽ എന്താ തെറ്റ് ഒരു ഗവൺമെൻറ്? പിന്നെ പറഞ്ഞു ട്രഷറിയിലെ ബാലൻസ് അല്ലേ ഒരിക്കലും പുറത്തറിയാൻ പാടില്ല എന്ന് പറഞ്ഞില്ലേ? ഒരിക്കലും പുറത്തറിയാൻ പാടില്ല എന്ന് നിങ്ങൾ ശ്രദ്ധിക്കണം പറഞ്ഞല്ലോ. അതാണല്ലോ ഒരു ആക്ഷേപം. ട്രഷറിയിൽ 6000 കോടി രൂപ ബാക്കിയുണ്ടെന്ന് ആദ്യം പറഞ്ഞാരാ? മുൻ ധനമന്ത്രി KN ബാലഗോപാൽ. അപ്പോൾ രഹസ്യം, ബജറ്റ് രഹസ്യം അല്ലെന്നാണ് ട്രഷറി രഹസ്യം. ട്രഷറിയിലെ ബാലൻസ് പുറത്തു പറയാൻ പാടില്ല. ട്രഷറിയിലെ ബാലൻസ് ആദ്യം പുറത്തു പറഞ്ഞ ആള് മുൻ ധനകാര്യമന്ത്രി. ഇതൊന്നും ഒരു രഹസ്യമില്ലെന്ന്, ഒരു രഹസ്യമില്ല. Indira Guarantee, the first cabinet meeting, we have taken a decision to implement 2 guarantees, which we out of 5 which we have offered during the election time. First was the free journey in the Kerala State Road Transport Corporation buses. Second, to constitute a new department for senior citizens. The first decision, we have taken a decision today itself to implement this project from 15th June onwards. 15th June onwards, in all the ordinary buses in Kerala, they will get a free travel. There is no condition, age, and the transgenders also. They will also get this benefit. No income limit, no age limit, nothing in the ordinary buses. And government has to pay rupees 750 to 800 crores to the KSRTC. That is the liability. We will pay this amount to KSRTC. We will take that liability. അല്ല, കിഫ്ബി നമ്മൾ റീസ്ട്രക്ചർ ചെയ്യും. അതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നമ്മൾ സ്റ്റഡി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പിന്നെ നിങ്ങൾ എന്തൊക്കെ വാർത്തയാണ് ഓരോരുത്തർ കൊടുക്കുന്നത്? ശ്രീധരൻ ഒരു പ്രോജക്റ്റ് കൊണ്ടുവന്ന് തന്നു. ആ പ്രോജക്റ്റ് നടപ്പാക്കാൻ തീരുമാനിച്ചു. ആര്? എവിടെ തീരുമാനിച്ചു? അല്ലല്ല, എവിടെ തീരുമാനിച്ചു? ആള് എത്ര പേര് വാർത്ത കൊടുത്തു? എന്നിട്ട് കുറേ പേര് തർക്കമാണ്. അതിൽ സ്റ്റാൻഡ് ഗേജാണ്, ഇതിൽ മീറ്റർ ഗേജാണ്. എന്നിട്ട് ഗവൺമെൻറ് എന്തിനു സ്റ്റാൻഡ് ഗേജ് അപ്രൂവ് ചെയ്തു? അദ്ദേഹത്തെ പോലത്തെ ഒരാൾക്ക് ഞങ്ങളുടെ അടുത്ത് കൊണ്ടുവന്നിട്ട് ഒരു പ്രോജക്റ്റ് തന്നു, അത്രേ നടന്നുള്ളൂ. ഞങ്ങളെന്താ ചെയ്തത്? അത് സ്റ്റഡി ചെയ്യാൻ ഒരു കമ്മിറ്റി ഉണ്ടാക്കി. ഒരു റെയിൽവേ എക്സ്പേർട്ട്, ഒരു എൻവയൺമെൻറ്റ് എക്സ്പേർട്ട്, ഒരു ഫിനാൻസ് എക്സ്പേർട്ട്. ഈ 3 ആസ്പെക്റ്റും അതിൽ പരിശോധിക്കണം. റെയിൽവേ ആംഗിളിൽ നിന്ന് ഏതാണ് കേരളത്തിന് അനുയോജ്യം, ഇപ്പോഴത്തെ മോഡേൺ സ്പീഡ് കോറിഡോർ എങ്ങനെയാണ് ചെയ്യുന്നത്, സ്റ്റാൻഡ് ഗേജ് ആണോ, മീറ്റർ ഗേജ് ആണോ, പില്ലറിലാണോ, എംബാങ്ക്മെന്റിലാണോ, എങ്ങനെയാണ് ചെയ്യുന്നത്, ഇപ്പം തന്നിരിക്കുന്ന പ്രപ്പോസൽ അത് പറ്റിയതാണോ? നമ്മൾ സിൽവർ ലൈനിനെതിരായിട്ടുള്ള ഞങ്ങളുടെ അലിഗേഷൻ എന്താ? 2 കാര്യമാണ് പറഞ്ഞത്. അത് ഇക്കണോമിക്കലി ഫീസിബിൾ അല്ല, നമ്പർ 1. നമ്പർ 2,
അതൊരു എൻവയൺമെന്റ് ഡിസാസ്റ്റർ ആയിരിക്കും. കേരളം പോലുള്ള വളരെ ക്ലൈമറ്റ് ചേഞ്ച് ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിട്ടുള്ള ഒരു സ്റ്റേറ്റിൽ ഇതുപോലത്തെ ഏത് പ്രോജക്റ്റ് വന്നാലും ഈ ഗവൺമെന്റ് അത് പരിശോധിക്കും, അതിന്റെ എൻവയൺമെന്റ് ഇമ്പാക്റ്റ് പരിശോധിക്കും. അതുകൊണ്ടാണ് ആദ്യമായിട്ടാണ് ഈ നമ്മളൊന്നും ഗവൺമെന്റ് കമ്മിറ്റികളിലൊന്നും എൻവയൺമെന്റ് എക്സ്പേർട്സിനെ വയ്ക്കാറില്ല. എൻവയൺമെന്റ് എക്സ്പേർട്ടിനെ കൂടി വെച്ചിട്ടാണ് ആ കമ്മിറ്റി കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്തിരിക്കുന്നത്. വിത്തിൻ 3 വീക്സ് അവരതിന് ആ കമ്മിറ്റിയുടെ റിപ്പോർട്ട് തരും. എന്നിട്ട് ഞങ്ങളത് പഠിക്കും, എന്നിട്ട് തീരുമാനമെടുക്കും. ഈ ശ്രീധരൻ വന്ന് എന്നെ കാണണമെന്ന് പറഞ്ഞാൽ എനിക്ക് കാണണ്ടെന്ന് പറയാൻ പറ്റും. അദ്ദേഹം കണ്ട് അദ്ദേഹം ഒരു റിപ്പോർട്ട് തന്നു, ഞാനത് വാങ്ങിച്ചു വെച്ചു. ഞാൻ പോലും വായിച്ചു നോക്കുന്നതിന് മുമ്പേ വാർത്ത വന്നത് ഗവൺമെന്റ് പ്രഖ്യാപിച്ചു എന്ന് പുതിയ പദ്ധതി. ഭയങ്കരം തന്നെ. വരട്ടെ, നോക്കാം. We will examine. We are going to study this thing also. From 15th onwards, when it is started, we will start the study also.